മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കല്ലപ്പം അഥവാ വെള്ളയപ്പം എന്ന് പറയും. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ, അതുപോലെ തന്നെ നമ്മൾ അരി കുറുക്കിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് പറ്റിയ ഒരു കറിയും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന പച്ചരിയാണിത്. ഇതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചിരകിയതൂടെ എടുക്കുകയാണ്. നമ്മൾ കല്ലപ്പവും വെള്ളയപ്പവും ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അരി ഇളന്നെടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവിൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ലേശം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഒരു തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു കള്ളിൻ്റെ മണമൊക്കെ വരുന്ന ആ ഒരു പുളിപ്പിലായിട്ടുണ്ട്. അതും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. ഈ തേങ്ങാവെള്ളത്തിനോടൊപ്പം ലേശം വെള്ളം കൂടെ ചേർത്ത് തന്നെയാണ് അരയ്ക്കുന്നത്. ഇത് ഒത്തിരി അങ്ങ് ലൂസായിട്ടല്ല നമ്മൾ അരച്ചെടുക്കുന്നത്, ഇച്ചിരി കട്ടിക്കാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ വെള്ളയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അധികം പശയില്ലാത്ത അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇച്ചിരി എളുപ്പം തേങ്ങയാണെങ്കിൽ അപ്പത്തിന് നല്ല ടേസ്റ്റും കൂടും. മിക്സിയുടെ ജാറ് കഴുകി ഒരു ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ നമുക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇത് തലേദിവസം രാത്രിയിലാണ് അരച്ചു വയ്ക്കുന്നത്, കാലത്ത് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇത് പുളിക്കുന്നതിലുള്ള വ്യത്യാസം വരും. മാവെല്ലാം തവി കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ അടച്ചു മാറ്റി വയ്ക്കുകയാണ്. നമ്മളിവിടെ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ചേർത്തത് കൊണ്ടാണ് പിന്നീട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി നമുക്ക് കാലത്ത് ഇത് അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കല്ലപ്പത്തിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നിങ്ങളുമായിട്ട് ഇനി പങ്കുവയ്ക്കുന്നത്. കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മീഡിയം വലിപ്പമുള്ള 2 സവോളയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. കുറച്ച് കറിലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കാലത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അധികം മെനക്കേടൊന്നുമില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ കടലക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തലേന്ന് കടലയൊന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ കറി. കുക്കറിലായതുകൊണ്ട് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് കടലയോടെ ചേർത്ത് വേവിക്കുമ്പോൾ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ തന്നെ വഴന്ന് അതിലോട്ട് അലിഞ്ഞു ചേരുകയും ചെയ്യും. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ്. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ കല്ലപ്പത്തിനോടൊപ്പം നമുക്ക് കടലക്കറി മാത്രമല്ല, ചിക്കൻ സ്റ്റൂ ആണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. മസാലയുടെ ആ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്കിനും ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്തത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുത്ത് കടലയിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒരു 2-3 മിനിറ്റ് കടലയും കൂടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത് തന്നെ കടലയും കൂടെ വേവിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ കടലയിലോട്ട് ആ ഉപ്പൊക്കെ പിടിച്ചു വരികയുള്ളൂ. കടല വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ഒരു 3 വിസിലടുപ്പിച്ച് ഞാൻ വേവിച്ചെടുക്കുന്നത്. കടല ഒന്ന് കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. കടലക്കറി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കാലത്താണ്. നമ്മൾ തലേന്ന് രാത്രി തന്നെ അപ്പത്തിന് മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇനി മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അരച്ചു വെച്ചിരുന്ന മാവെല്ലാം നല്ല രീതിയിൽ തന്നെ പുളിച്ചു വന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു മാവിനെക്കാട്ടി കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു മാവാണ് നമ്മൾ വെള്ളയപ്പത്തിന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളയപ്പമൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ലേശം എണ്ണയൊക്കെ തടവിയിട്ടാണ് ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഒരു തവി മാവും പിന്നെ ഒരു ലേശം മാവും കൂടെ ഒഴിച്ച് ചെറിയ രീതിയിലൊന്ന് പരത്തി എടുക്കത്തതേ ഉള്ളൂ. നമ്മൾ ദോശ പോലെ അങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കത്തില്ല. കല്ലപ്പം എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിക്കാണ് ഇരിക്കുന്നത്. കൈവെള്ളയുടെയൊക്കെ ആ ഒരു വലിപ്പത്തിലുള്ള അപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്.
ഈ അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോൾസൊക്കെ വന്ന ശേഷം അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ആ ഒരു രീതിയിലാണ് ഈ കല്ലപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ജീരകമൊക്കെ ചേർത്തത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കല്ലപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ. ഈ കല്ലപ്പം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കറിയുടെ ആവശ്യമേ ഇല്ല. ചൂട് ചായക്കൊപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് കഴിച്ചാൽ അലർജി ഉള്ളവരൊക്കെ കാണുമല്ലോ, അവർക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ അരി അരച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അരിപ്പൊടി വെച്ചിട്ട്, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈസ്റ്റിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന ഈ ഒരു മെത്തേഡുകളൊക്കെയാണ് എന്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇനി അപ്പോൾ ഒക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പമെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കടലയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി കടലയ്ക്ക് ഒന്ന് താളിച്ചും കൂടെ ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 4 കഷ്ണം ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേന് 2 വറ്റൽമുളക് നുറുക്കിയതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കായപ്പൊടി ലാസ്റ്റിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കടലക്കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഈ മൂപ്പിച്ച കൂട്ട് നമ്മൾ കടലക്കറിയിലോട്ടൊന്ന് ചേർത്തും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിറയെ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കല്ലപ്പമാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചിലർ ജീരകം ചേർക്കാറില്ല, ചിലർ ജീരകത്തിനോടൊപ്പം ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയും കൂടെയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചേഞ്ചസ് വരുത്തി തന്നെ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല രുചികരവുമായിട്ടുള്ള അപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാതെ കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ഡിന്നറായിട്ട് വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലോട്ട് എത്തുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും വെള്ളയപ്പവും ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതിയ വർഷം എല്ലാ കൂട്ടുകാർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.